ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡെവലപ്മെന്റ് ഇല്ലാതെ മുള്ളൂർക്കര വാഴക്കോട്ടെ കരിയർ ഡെവലപ്മെന്റ് സെന്റർ. കോടികൾ ചെലവഴിച്ച് പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ജീവനക്കാരും ഫർണിച്ചറുകളും ഇല്ലാതെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന അവസ്ഥയാണ്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അതേസമയം കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ നിലവിലെ അവസ്ഥ സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്തിയതായി മുള്ളൂർക്കരയിലെ UDF നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കണ്ണായ ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് അതൊരു രാഷ്ട്രീയ പ്രചരണം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ആകുന്നതിന് മുമ്പ് അത് ഒരു കൊട്ടിഘോഷിച്ചൊരു ഉദ്ഘാടനം നടത്തി അതിപ്പോൾ അടഞ്ഞു കിടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ UDFിൻ്റെ നേതാക്കന്മാരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ അതിനുള്ള ഫർണിച്ചർ അടക്കമുള്ള അവശ്യ സാധനങ്ങൾ ഇതേവരെ വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അതേപോലെ തന്നെ അതിലേക്ക് വേണ്ട ഉദ്യോഗസ്ഥന്മാരെ സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് നമ്മുടെ ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ ആ നടപടികൾ സ്വീകരിച്ച് അത് ഉടൻ തന്നെ പ്രാവർത്തികമാക്കണമെന്ന് ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനോടും ബന്ധപ്പെട്ട മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനവും ഉടൻ ഉണ്ടാവുമെന്നാണ് വ്യക്തമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ഇതിലുള്ള ഉറപ്പ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപായി തകൃതിയായി ഉദ്ഘാടന മാമാങ്കങ്ങൾ കഴിച്ചെങ്കിലും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല എന്നും ഉദ്ഘാടനം ഒരു പ്രഹസനം മാത്രമായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം സജ്ജമാക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൽ നിന്നും ഇനി ലഭ്യമാക്കുന്നതിന് UDF നേതാക്കൾ സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്തിയതായും നേതാക്കൾ അവകാശപ്പെട്ടു. മുള്ളൂർക്കര പഞ്ചായത്ത് അതിർത്തിയിൽ ഇത്രയും സൗകര്യപ്രദമായ ഒരു സ്ഥാപനം അടഞ്ഞുകിടക്കാൻ അനുവദിക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വാഴക്കോട് പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു നൈപുണ്യ കേന്ദ്രം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇലക്ഷന് തൊട്ട് മുമ്പായി. അപ്പോൾ ഈ നൈപുണ്യ കേന്ദ്രം എന്നുള്ളതിൻ്റെ ആ ശരിയായ സൗകര്യങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് മുഴുവൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി അതൊരു സംവിധാനം പെട്ടെന്ന് ചെയ്യണമെന്നുള്ളത് UDF ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നോക്കുകുത്തിയായി ഒരു വലിയ മനോഹരമായ കെട്ടിടം പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് പഞ്ചായത്ത് വിട്ടുകൊടുത്ത് അവിടെ പണിതെങ്കിലും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ വളരെ മുൻഗണന കൊടുക്കുന്നത്. കേരളത്തിൽ തന്നെ 2 സ്ഥാപനങ്ങൾ അനുവദിച്ചതിൽ ഒന്ന് ചേലക്കരക്കാണ് അനുവദിച്ചിരുന്നത്. അത് അനുവദിച്ചതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊട്ടിഘോഷിച്ച് നടന്ന് അടിയന്തരമായി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് പ്രയോജനം ആളുകൾക്ക് കിട്ടാൻ എന്താണ് തടസ്സം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും അത് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിന് മുമ്പ് ഒരു 10 വർഷത്തിന് മേലെയായി അവിടെ മ്യൂസിയം എന്ന് പറഞ്ഞ് അവിടെ പണി കഴിഞ്ഞൊരു കെട്ടിടം ഇതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടും വിനിയോഗിച്ചിട്ടുള്ളതാണെങ്കിലും അതുപോലെ നൈപുണ്യ കേന്ദ്രവും അടഞ്ഞു കിടക്കരുത് എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പൊതുവായ ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് UDFന് ഈ സമയത്ത് ആവശ്യപ്പെടുന്നത്.